ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചോദ്യങ്ങളാണ്. കേരള PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യ ചോദ്യം ഇതാണ്: അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. എന്നാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത്? 4 ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാം. അപ്പോ അഞ്ചുതെങ്ങ് എന്ന സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് എന്ന സ്ഥലം. കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അപ്പൊ ആദ്യം ഈ അഞ്ചുതെങ്ങില് ഇവർക്ക് ഒരു പണ്ടകശാല പണിയാൻ അനുമതി നൽകുന്നുണ്ട്. 1695 കാലഘട്ടത്തിലാണ് ഇവർക്ക് പണ്ടകശാല പണിയാന് ഒരു അനുമതി ലഭിക്കുന്നത്. പിന്നീടാണ് ഇത് കുരുമുളക് കുത്തകയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്ത് നടക്കുന്നത്? അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏത് എന്ന് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ എഴുതിക്കൊള്ളുക, അഞ്ചുതെങ്ങ് കലാപം. അപ്പൊ എന്നാണ് ഇവർ പണ്ടകശാല സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ആൻസർ 1695. ഈ കലാപത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കുരുമുളക് കുത്തകയാണ്. ഈ അന്ന് കൂടുതൽ കലാപവും നടക്കുന്നത് കുരുമുളകുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരാണെങ്കിലും ഡച്ചുകാരാണെങ്കിലും പോർച്ചുഗീസുകാരാണെങ്കിലും ഈ രാജാക്കന്മാരുമായിട്ട് സന്ധി ഉണ്ടാക്കുമ്പോൾ ആദ്യം പറയുന്നത് കുരുമുളകിന് ഞങ്ങൾക്ക് കുത്തക അവകാശം കിട്ടണം, ഞങ്ങൾക്ക് അത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് തന്നു വിടണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടതും നമ്മുടെ ഈ ഒരു സുഗന്ധദ്രവ്യ വസ്തുക്കളായിരുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ചോദിച്ചാൽ 1697 കലാപം നടക്കുന്നത്. ഓക്കെയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വേണാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ടകശാലയായിരുന്നു അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ റാണിയാണ് ഇവർക്ക് ഈ അഞ്ചുതെങ്ങില് ഈ ഒരു പണ്ടകശാല പണിയാൻ അനുമതി നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം, അടുത്തൊരു ചോദ്യമാണ്: എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത്? ആൻസർ തലശ്ശേരിയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യം തലശ്ശേരിയിൽ നിന്ന് വന്നിട്ടാണ് ഈ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത്. എന്നാണ് ആറ്റിങ്ങൽ കലാപം? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ എന്ന സ്ഥലവും ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ആറ്റിങ്ങൽ. അപ്പോ ഏത് വർഷം എന്ന് ഓർക്കുക, 1721 ഏപ്രിൽ 15 കൂടി ഓർത്തു വെക്കുക. ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത, ഈ കേരളത്തില് ആദ്യമായി നടന്ന സംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങാണെങ്കിൽ സംഘടിതം, ഒരുമിച്ച് വന്നിരുന്ന് സംഘടിച്ച് ഇവർ കലാപം നടത്തുന്നു. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെയാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ രാജാവ് ആരാണ്? ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ രാജാവ് ആരാണ്? ആദിത്യവർമ്മയാണ്. അപ്പൊ ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തില് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിച്ചു. ഏത് ഉദ്യോഗസ്ഥനെയാണ് വധിച്ചത്? ഗിഫോർഡ്. ആരെയാണ് വധിച്ചത്? ഗിഫോർഡിനെയാണ് വധിക്കുന്നത്. അപ്പൊ ആറ്റിങ്ങൽ കലാപം നടക്കുന്നു. അതിനുശേഷം ഒരു ഉടമ്പടിയിലേക്ക് പോവുകയാണ്. ഈ ഉടമ്പടിയുടെ പേരെന്താണ്? ആറ്റിങ്ങൽ ഉടമ്പടിയാണ്. അപ്പൊ വേണാട് രാജവംശമാണ് ഭരിച്ചത്. വേണാട് ഉടമ്പടി എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 ഗിഫോർഡിനെയാണ് വധിച്ചത്. ആദിത്യവർമ്മയാണ് ഈ സമയത്ത് രാജാവ്. തിരുവനന്തപുരത്താണ് ആറ്റിങ്ങൽ എന്ന സ്ഥലം. ഇതൊരു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. ഏതുടമ്പടി? വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ്? നമ്മൾ നോക്കുമ്പോൾ രാജാവ് ആദിത്യവർമ്മയാണ്. പക്ഷെ ഒപ്പിട്ടത്, വേണാട് ഉടമ്പടിയിൽ ഒപ്പിട്ടത് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ ഒരാൾ ഒപ്പിട്ടു. ആരാണ്? നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പിട്ടത് മാർത്താണ്ഡവർമ്മ. ആരാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ആരാണ്? തിരുവിതാംകൂറിന്റെ ശില്പി. തിരുവിതാംകൂറിന്റെ ശില്പിയാണ്. 1750 തിരുവിതാംകൂർ ആർക്ക് സമർപ്പിക്കുന്നു? പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച് തൃപ്പടിദാനം നടത്തിയ വ്യക്തിയാണ്.
തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, തിരുവിതാംകൂറിന്റെ ഉരുക്ക് മനുഷ്യൻ, തിരുവിതാംകൂറിന്റെ ശില്പി, അങ്ങനെ പല വിശേഷണങ്ങളുണ്ട്. തിരുവിതാംകൂർ സാമ്രാജ്യം ആ ഒരു രീതിയിൽ ശക്തിപ്പെടുത്തിയ വ്യക്തിയാണ്. കൽക്കുളം ആസ്ഥാനമാക്കിയ വ്യക്തിയാണ്. ആദിത്യവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നതാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിന്റെ അശോകൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇരുമ്പ് നിണം സമ്പ്രദായം തിരുവിതാംകൂറിൽ ആരംഭിച്ച വ്യക്തിയാണ്. പതിവണക്ക് സമ്പ്രദായം ആരംഭിച്ച വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ. അപ്പോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളി ഷെമ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പഴശ്ശിരാജയാണ്. പുരളി മല എന്ന് പറയുമ്പോൾ പഴശ്ശി വിപ്ലവം. അപ്പൊ ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി രാജാവിന്റെ സർവ സൈനാധിപൻ ആരായിരുന്നു? സർവ സൈനാധിപൻ, പഴശ്ശി രാജാവിന്റെ സർവ സൈനാധിപൻ എന്ന് പറയുന്നത് കൈതേരി അമ്പു നായരാണ്. കൈതേരി അമ്പു നായർ. എങ്കിൽ പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്ച നേതാവ് ആരാണ്? കുറിച്ച നേതാവ് ആരാണ്? രാമനമ്പി. കുറിച്ച നേതാവാണ് രാമനമ്പി. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഈ വിപ്ലവം നടന്നത്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ് പഴശ്ശി വിപ്ലവം അരങ്ങേറുന്നത്. എന്തുകൊണ്ടാണ് പഴശ്ശി വിപ്ലവം നടക്കാൻ കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി സമ്പ്രദായമായിരുന്നു. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എന്തായിരുന്നു? നമ്മുടെ ഈ പഴശ്ശി വിപ്ലവത്തിൽ നമ്മൾ ഈ പുരളിമലയൊക്കെ പറഞ്ഞില്ലേ, ആ പ്രധാന കേന്ദ്രം കണ്ണൂരാണ്. കണ്ണൂരിലെ പുരളിമലയാണ്. പഴശ്ശിരാജാവിനെ വധിക്കുന്നത് വയനാടാണ്. മാനന്തവാടിയാണ് സ്മാരകമൊക്കെ വരുന്നത്. അപ്പോ സർവ്വസൈനാധിപൻ കൈതേരി അമ്പുവിനെ കണ്ടു. ഇനി നമുക്ക് രാമനമ്പിയെ കണ്ടു, കുറിച്ച നേതാവ്. ഇനി കുറിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് കുറിച്യരും കുറുമ്പരും അല്ലെ. കുറിച്യ കലാപം നടന്ന വർഷം കൂടി ഓർത്തേക്കാം. കുറിച്യ കലാപം നടന്നത് 1812 കുറിച്യ കലാപം വയനാട് ജില്ലയിലാണ് അരങ്ങേറിയത്. അപ്പോൾ ഈ പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന ഒരു ജില്ല ഓർക്കുക, കണ്ണൂർ ഓർക്കുക, അത് പുരളിമലയും ഓർക്കുക. നമ്മൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. LDC ഒക്കെ കഴിഞ്ഞു. പലരും ഇങ്ങനെ ലിസ്റ്റിലില്ല, മെയിൻ ലിസ്റ്റിലുണ്ട്, പക്ഷെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, സപ്ലിയിലാണ്, കിട്ടത്തില്ല എന്ന് ഏകദേശം ഉറപ്പായി, അങ്ങനെയൊക്കെ പല പല പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് ഡെസ്ക് ഒക്കെ അടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. പോയത് പോയി. നമ്മൾ ഇനി ചെയ്യേണ്ടത് കഠിനാധ്വാനം, നെക്സ്റ്റ് ഒരു എക്സാം എഴുതിയെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞത് ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് LDC 2027 ആദ്യ റാങ്കിൽ തന്നെ സ്ഥാനം നേടാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പൊ പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. കൃത്യമായ ഒരു പഠനം ഉണ്ടായില്ല, അല്ലെങ്കിൽ കൃത്യമായി ആ ഒരു പഠന രീതി, ഇപ്പോഴത്തെ ഒരു സ്മാർട്ട് വർക്ക് ഒക്കെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു രീതിയൊക്കെ മാറി നമ്മൾ പഴയ രീതിയിലൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ 2027 LDC നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആദ്യ റാങ്കിൽ തന്നെ ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതി ഒരു സംശയമില്ലാതെ ഉടനെ ജോലി കിട്ടും എന്ന് ഉറപ്പാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുകയാണ്. ഒരുപാട് പേരുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു എത്രയും വേഗം LDCയുടെ ഒരു കോഴ്സ് വേണം എന്നുള്ളത്. അപ്പൊ ഇതിൻ്റെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം വരെയാണ് ഈ കോഴ്സ്. ഈ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുമ്പോൾ 12,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്നൊരു ഓഫർ, ഇപ്പൊ നിങ്ങൾ 6,000 രൂപ മാത്രം അടച്ചാൽ മതി. ഇനി ജോലി കിട്ടിയിട്ട് മാത്രം ബാക്കി ഫീസ് അടച്ചാൽ മതി. 6,000 രൂപ ഇപ്പോൾ അടയ്ക്കാം. ഇനി ജോലി കിട്ടിയിട്ട് ബാക്കി 6,000 രൂപ നിങ്ങൾക്ക് അടയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഒരു ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്, ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ ഉണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്, കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായ ഒരു മോണിറ്ററിംഗ് ഇവിടുന്ന് കിട്ടും. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു രീതിക്ക് അനുസരിച്ച് പുതിയ ക്വസ്റ്റ്യൻസ് വെച്ച് പുതിയ സ്കൂൾ ബുക്ക്, പഴയ സ്കൂൾ ബുക്ക് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് എക്സാമിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ വരാൻ സാധ്യത, ഏതൊക്കെ മേഖലകളാണോ കൃത്യമായി പഠിക്കേണ്ടത്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എത്തുന്നത്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കണ്ട് ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പർ ഉപയോഗിക്കാം. ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാം.
അല്ലെങ്കിൽ ഈ നമ്പറിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം, വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം. ഇതാണ് നമ്മളുടെ നമ്പർ. അപ്പോൾ AZB അക്കാദമി പ്ലാറ്റ്ഫോം നിങ്ങൾ ഇതുവരെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2027 LDC സ്വന്തമാക്കാം. ഇനി ആ ഡെസ്ക് ഒക്കെ മാറ്റി തകർത്തങ്ങ് പഠിക്കുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഒരു 2027 അത് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി പഠിക്കാനായി ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരം. അപ്പൊ നമ്മുടെ തൊഴിലാളികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അയ്യങ്കാളിയാണ്, അല്ലെ? സാധുജന പരിപാലന സംഘമൊക്കെ സ്ഥാപിച്ച വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. കേരളത്തിന്റെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി എന്ന് പറഞ്ഞത് ആരാണ്? EK നായനാരാണ്. അപ്പോ കേരളത്തിന്റെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് നമ്മുടെ അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ വെങ്ങാനൂരിലാണ് കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരം വേദിയായത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ വെങ്ങാനൂർ. അപ്പൊ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പഞ്ചമി എന്ന പെൺകുട്ടിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം സ്കൂളിൽ കൊണ്ടുവരുന്നു. അപ്പോണ്ട് സവർണ ജാതിക്കാരുടെ കൂടെ ഈ അവർണ ജാതിക്കാരെ ഇരുത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കും, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ ഇനി ഇവിടെ ഞങ്ങൾ കൃഷിയൊന്നും ചെയ്യത്തില്ല, ഇവിടെ മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞതും അയ്യങ്കാളിയാണ്. അപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ അയ്യങ്കാളി. ക്ലിയർ ആണ്? ഗാന്ധിജി വിശേഷിപ്പിച്ചു. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഇനി അടുത്ത ചോദ്യം, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം ആരംഭിച്ചത് 1793 അവസാനിച്ചത് 97 അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് 97 ഇനി പഴശ്ശി കലാപത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു കറുവ തോട്ടമുണ്ട്. കറുവപ്പട്ടയില്ലേ? കറുവപ്പട്ട നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഇടത്തില്ലേ? ആ കറുവയുടെ തോട്ടമുണ്ട്. ഏറ്റവും വലുത് ഏഷ്യയിലെ, അല്ലെങ്കിൽ ആദ്യത്തെ കറുവാത്തോട്ടം. ഈ കറുവാത്തോട്ടം ഏതാണ്? ഇതാണ് അഞ്ചരക്കണ്ടി. ആൻസർ അഞ്ചരക്കണ്ടി. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 to 97 ക്ലിയർ ആണ്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കേന്ദ്ര സ്ഥലം കണ്ണൂരായിരുന്നു. ഇത് അവസാനിക്കാൻ കാരണം ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയെ തുടർന്നാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നത്. ഇനി അതിനുശേഷമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. 1805 രണ്ടാം പഴശ്ശി വിപ്ലവം അരങ്ങേറിയത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത്. പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം തെറ്റായ നികുതി നയമാണ്. പഴശ്ശിരാജയാണ് പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇതിന് നേതൃത്വം നൽകിയത്. പനമരം അല്ലെ? പനമരം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവമാണ് പനമരം കോട്ട. ഈ യുദ്ധം നടന്നത് എന്നാണ്? 1802 പഴശ്ശിരാജും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. തലക്കൽ ചന്തുവിന്റെ സ്മാരകം തന്നെ പനമരം കോട്ടയിലാണ്. പനമരത്തിലാണ് ഈ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഒരു പഴശ്ശിരാജ ഒരു യുദ്ധതന്ത്രം ആവിഷ്കരിച്ചു. പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഴശ്ശി കലാപം നടന്നപ്പോൾ ഏത് തന്ത്രമാണ് ഇദ്ദേഹം ആവിഷ്കരിച്ചത്? ഗൊറില്ല യുദ്ധമാണ്. ഗൊറില്ല യുദ്ധതന്ത്രമാണ് ഇദ്ദേഹം ആവിഷ്കരിച്ചത്. നമ്മൾ ഈ ഗൊറില്ല ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. എവിടെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം താന്തിയ തോപ്പി ഗൊറില്ല യുദ്ധമുറകൾ സ്വീകരിച്ചു എന്ന് കേട്ടു അല്ലെ? അതേപോലെ പഴശ്ശി കലാപത്തിലും പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഗൊറില്ല യുദ്ധമുറയാണ് സ്വീകരിച്ചത്, ഒളിപ്പോരാണ് സ്വീകരിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ ഫാക്ട്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ LDCക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. ആദ്യം മെസ്സേജ് അയക്കുന്ന ഒരു 100 പേർക്ക് ഈ ഓഫർ ലഭിക്കുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ 6000 രൂപ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. ഇനി ജോലി കിട്ടിയിട്ട് ബാക്കി ചെയ്താൽ മതി. ടോട്ടൽ ഒരു 12,000 ആണ് ഈ പ്ലാന്. ഇത് എക്സാം വരെയാണ് ഈ ഒരു ബാച്ച് കോഴ്സ് ഉള്ളത്. അപ്പൊ ഇപ്പം മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.